സർക്കാർ ജോലിക്കുള്ള കോട്ട സമരത്തിനെതിരെ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ വിഷയമായി മാറിയേക്കാമെന്ന അനുമാനത്തിലേക്ക് കടക്കുമ്പോൾ നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന റസാക്കർ മുദ്രാവാക്യമാണ്. പ്രക്ഷോഭകാരികളെ റസാക്കർ എന്ന് വിളിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കുള്ള മറുമരുന്നായാണ് ഇവരിപ്പോൾ റസാക്കർ ഉപയോഗിച്ചു വരുന്നത്. എന്താണ് റസാക്കറുകൾ? ആരാണ് റസാക്കറുകൾ? 1971 ബംഗ്ലാദേശ് വിമോചന കാലത്ത് സ്വതന്ത്ര പ്രക്ഷോഭത്തെ ഒറ്റുകൊടുത്ത് പാകിസ്ഥാൻ പക്ഷം ചേർന്നവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് റസാക്കർ എന്നത്. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ബംഗാളിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെട്ട കുപ്രസിദ്ധനായ ജനറൽ ടിക്കാ ഖാൻ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്ത അർദ്ധ സൈനിക സേനയാണ് ഇവർ. പാക് സൈന്യവുമായി സഹകരിച്ച് സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബംഗാളികളെ ഒറ്റിക്കൊടുത്ത റസാക്കർമാർ അവരോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതയായിരുന്നു. ബഹുഭൂരിപക്ഷം പാകിസ്ഥാൻ അനുകൂല ബംഗാളികളും ബീഹാറികളുമായിരുന്ന അവർ പാക് സൈന്യം നടത്തിയ റെയ്ഡുകളിൽ മുൻപന്തിയിൽ നിന്നു. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. കുട്ടികളെ ഉൾപ്പെടെ കണക്കില്ലാത്ത നിരവധി പേരെ നിഷ്കരണം കൊന്നുകളഞ്ഞു. ആളുകളുടെ വാസസ്ഥലങ്ങൾക്ക് തീയിട്ടു. അൽ ബദർ, അൽ ഷംസ് തുടങ്ങിയ തീവ്ര മത മിലീഷ്യകൾക്കൊപ്പം ചേർന്ന് റസാക്കർമാർ തങ്ങളുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും മതന്യൂനപക്ഷങ്ങളെയും അവർ ലക്ഷ്യമിട്ടു. പിന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പിന്തുണയുള്ള ഗറില്ല പ്രതിരോധ പ്രസ്ഥാനമായ മുക്തി ബാഹിനിയെ ചെറുക്കാനായിരുന്നു അൽ ബദറിൻ്റെയും അൽ ഷാമുവിൻ്റെയും കടന്നുവരവ്. വഞ്ചനയുടെ പര്യായമായി മാറിയ റസാക്കർമാരുടെ ക്രൂരതകളുടെ അനന്തരഫലം തീർത്താൽ തീരാത്ത നഷ്ടങ്ങൾ മാത്രമായിരുന്നു. 3 ദശലക്ഷം ബംഗാളികൾ മരണപ്പെട്ടു. 4 ദശലക്ഷം സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. ഇത്രയും കിരാതമായ ചെയ്തികളുടെ ഉപജ്ഞാതാക്കളായിരുന്നു റസാക്കറുകൾ. അധികമാരും താരതമ്യപ്പെടുത്താൻ പോലും ആഗ്രഹിക്കാത്ത ചരിത്രത്തിൻ്റെ ഭാഗമാണത്. അവരാണ് വീണ്ടും ബംഗ്ലാദേശിനെ വേട്ടയാടുന്നത്. ലിബറേഷൻ അനുകൂല ബംഗ്ലാദേശികളുടെ കണ്ണിൽ വഞ്ചനയുടെ പ്രതീകമായിരുന്ന റസാക്കർ പരാമർശം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ ആരാണ്? റസാക്കർ റസാക്കർ. ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഉടനീളമുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു യുദ്ധമുറയാണ്. റസാക്കറുകൾ ചർച്ചയായത് എങ്ങനെയാണ്? ജൂലൈ 14 പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിവാദ പരാമർശം നടത്തിയത്. പ്രകടനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പരാമർശത്തെ തുടർന്നാണ് അക്രമം രൂക്ഷമായത്. സ്വതന്ത്ര സമര സേനാനികളുടെ കൊച്ചുമക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അത് ആർക്കാണ് ലഭിക്കുക? റസാക്കറുടെ കൊച്ചുമക്കൾക്കോ എന്നായിരുന്നു അവരുടെ പരാമർശം. ഇതിൽ ക്ഷുഭിതരായാണ് വിദ്യാർത്ഥികൾ തൂയിക്കെ, ആമിക്കെ, റസാക്കർ റസാക്കർ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയത്. കഴിഞ്ഞ ദിവസം അവർ നർസിൻഡിയിലെ സെൻട്രൽ ജയിൽ ആക്രമിക്കുകയും തടവുകാരെ മോചിപ്പിക്കുകയും ജയിലിന് തീയിടുകയും ചെയ്തു. പ്രതിഷേധങ്ങൾക്കിടെ മരിച്ചത് കുറഞ്ഞത് 115 പേരാണ്. എന്താണ് ബംഗ്ലാദേശിലെ പ്രക്ഷോഭ കാരണം? 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നിലനിൽക്കുന്ന കോട്ട സംവരണം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് 2018 സർക്കാർ ഈ സംവരണം നിർത്തിവച്ചിരുന്നു. എന്നാൽ 2024 ജൂൺ മാസത്തിൽ ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി തീരുമാനം മരവിപ്പിച്ചിരിക്കുകയാണ്. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലായതോടെ തീരുമാനം കോടതി എടുക്കട്ടെ എന്ന നിലപാടിലാണ് ഷെയ്ഖ് ഹസീന. സുപ്രീം കോടതി തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനും സമാധാനം പാലിക്കാനുമാണ് ഷെയ്ഖ് ഹസീന ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 7 സർക്കാർ വാദം കേൾക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം.